കേരള രാഷ്ട്രീയത്തിൽ 10 പതിറ്റാണ്ടിലേറെയായി ചർച്ചാ വിഷയമായിരുന്ന ഒരു പേരാണ് ജി സുധാകരൻ. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കഥയാകെ മാറിയിരിക്കുന്നു. പതിറ്റാണ്ടുകളോളം താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെയും പ്രണയിച്ച പതാകയും മാറ്റിവെച്ച് അമ്പലപ്പുഴയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം കളന്നിറയുമ്പോൾ അത് വെറുമൊരു മത്സരമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പോരാട്ടമായി മാറുകയാണ്. തിരഞ്ഞെടുപ്പ് ദിവസത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം നൽകിയ പരാതി കേരള രാഷ്ട്രീയത്തിൽ വലിയ അലയൊലികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ തീവ്രവാദ സംഘടനകൾ സജീവമാണെന്നും വോട്ടെടുപ്പ് ദിവസം വലിയ തോതിലുള്ള കലാപം ഉണ്ടാക്കാൻ അവർ ആസൂത്രണം ചെയ്യുന്നുവെന്നാണ് സുധാകരൻ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ. ഇത് കേവലം ഒരു പ്രസ്താവനയല്ല, മറിച്ച് അമ്പലപ്പുഴ ഡിവൈഎസ്പിക്ക് അദ്ദേഹം ഔദ്യോഗികമായി നൽകിയ പരാതിയാണ്. പരാതി വിശദമായി നോക്കിയാൽ CPM-ന്റെ പ്രാദേശിക നേതൃത്വവും തീവ്ര സ്വഭാവമുള്ള സംഘടനകളും കൈകോർത്ത് തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. തനിക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നവരെ ബൂത്തിലെത്താൻ അനുവദിക്കുന്നില്ലെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നു. തനിക്കും തന്റെ ഡ്രൈവർ പ്രദീപിനുമെതിരെ വധഭീഷണി നിലനിൽക്കുന്നു. വ്യക്തിപരമായ ആക്ഷേപങ്ങളും വിവാദങ്ങളും പ്രചരിപ്പിച്ച് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നു. സാധാരണയായി രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പൊതുവെ പരാമർശങ്ങളാണ് കാണാറുള്ളത്. എന്നാൽ ജി സുധാകരൻ CPIM SDPI നേതാക്കളെ പേരെടുത്ത് പറഞ്ഞാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. CPIM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗം പ്രശാന്ത് S, കുട്ടി, അരുൺ, SDPI ജില്ലാ സെക്രട്ടറി റിയാസ് KM പൊന്നാട് എന്നിവർക്കെതിരെയാണ് അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് അമ്പലപ്പുഴയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിലെ വിള്ളലുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. വർഷങ്ങളോളം ഒപ്പം നടന്നവർ ഇപ്പോൾ മുഖാമുഖം നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. സുധാകരന്റെ പരാതി ലഭിച്ചതായി ആലപ്പുഴ SP മോഹനചന്ദ്രൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെയോ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയോ റിപ്പോർട്ടുകളിൽ അമ്പലപ്പുഴയിൽ തീവ്രവാദി സാന്നിധ്യം സംബന്ധിച്ച സൂചനകളില്ല എന്നത് സുധാകരന്റെ ആരോപണങ്ങളെ കൂടുതൽ ഗൗരവകരമായി പരിശോധിക്കേണ്ട ഒന്നാക്കി മാറ്റുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന സുധാകരന്റെ പരിഭവം വരാനിരിക്കുന്ന വോട്ടെടുപ്പ് ദിവസത്തിന്റെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നു. അമ്പലപ്പുഴയിൽ ഇത്തവണ സുധാകരൻ മത്സരിക്കുന്നത് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ്. CPIM-ന്റെ ഉരുക്ക് കോട്ടകളിലൊന്നായ അമ്പലപ്പുഴയിൽ സുധാകരൻ പാർട്ടിക്കെതിരെ തന്നെ വാളെടുക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ അസാധാരണ കാഴ്ചയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാർട്ടി നേതൃത്വവുമായി സുധാകരൻ അത്ര സുഖകരമായ ബന്ധത്തിലായിരുന്നില്ല. അമ്പലപ്പുഴ സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയവും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റി. തന്റെ പ്രവർത്തന ശൈലിയും വികസന നേട്ടങ്ങളും ജനങ്ങൾക്കിടയിൽ തനിക്ക് വലിയ സ്വാധീനം നൽകിയിട്ടുണ്ടെന്നും രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഉപരിയായി ജനങ്ങൾ വ്യക്തിയെയാണ് കാണുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. പതിവ് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്ന കാഴ്ചയാണ് എല്ലാ മണ്ഡലങ്ങളിലും. മിക്ക മണ്ഡലങ്ങളിലും LDF, UDF, NDA മുന്നണികൾ ശക്തമായി രംഗത്തുണ്ട്. ജി സുധാകരനെ പോലെയുള്ള കരുത്തരായ നേതാക്കൾ സ്വതന്ത്രമായി രംഗത്ത് വരുന്നത് പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുന്നു. മുൻപില്ലാത്ത വിധം രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം തീവ്രവാദ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വോട്ടർമാരെ ചിന്തിപ്പിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ രാഷ്ട്രീയ പൾസറിയുന്ന മണ്ഡലമാണ് അമ്പലപ്പുഴ. കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെയും കയർ മേഖലകളുടെയും കരുത്ത് ഇവിടെ എന്നും ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു. എന്നാൽ ജി സുധാകരൻ എന്ന വ്യക്തിക്ക് ആ മണ്ഡലത്തിലുള്ള വ്യക്തിപരമായ സ്വാധീനം അളക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നത് പോലെ വോട്ടർമാരെ തടയാൻ ശ്രമം നടന്നാൽ അത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്. വോട്ടെടുപ്പ് സമാധാനപരമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് പോലീസ് സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ജി സുധാകരന്റെ പരാതി ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ അതോ ഗൗരവകരമായ യാഥാർത്ഥ്യമാണോ എന്ന് വോട്ടെടുപ്പ് കഴിയുന്നതോടെ വ്യക്തമാകും. കലാപം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നു എന്ന വെളിപ്പെടുത്തൽ വോട്ടർമാർക്കിടയിൽ ഭീതി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് ജാഗ്രതയ്ക്കും കാരണമാകുന്നുണ്ട്. അമ്പലപ്പുഴയിൽ CPIM-ന് തങ്ങളുടെ ശക്തി തെളിയിക്കേണ്ടത് വലിയൊരു അഭിമാന പ്രശ്നമാണ്. സുധാകരനാകട്ടെ രാഷ്ട്രീയ ജീവൻ മരണ പോരാട്ടത്തിലുമാണ്. UDF പിന്തുണയോടെ അദ്ദേഹം നടത്തുന്ന ഈ നീക്കം വിജയിച്ചാൽ അത് കേരളത്തിലെ CPIM-ന് വലിയ തിരിച്ചടിയാകും. തീവ്രവാദ സംഘടനകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. കാരണം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് അംഗീകരിക്കാനാവില്ല.